ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേയായി നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ട് ഇന്ന് ഞാനൊരു മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബീഫ് മന്തിയാണ്. അതിനായിട്ട് ഞാൻ 1.5 കിലോ ബീഫ് വലിയ പീസായി കട്ട് ചെയ്ത് നല്ല വൃത്തിയിൽ കഴുകി വേവിക്കാനിടുക കേട്ടോ. അതിനായിട്ടൊരു കുക്കറിലോട്ട് 1.5 കിലോ ബീഫ്, അതിലൊപ്പം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ഒരു അത്യാവശ്യം വേവ് വേണം കേട്ടോ, എന്നാലല്ലേ നമുക്ക് ദമ്മിടുമ്പോൾ ഒന്ന് കറക്റ്റ് ആവുള്ളൂ. ബീഫായതുകൊണ്ട് നല്ലോണം വേവ് വേണം. എന്നിട്ട് അതിനൊരു പാനിലോട്ട് നമ്മൾ മന്തി ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, അതുപോലെ തന്നെ നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ബീഫ് ക്യൂബാണ് ഇതിന് ഏറ്റവും ബെറ്റർ, പക്ഷേ എൻ്റെ ഒരു മാഗി ക്യൂബ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കായി, 2 ഉണക്ക നാരങ്ങ, കുറച്ച് കളർ പൊടി മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് 3/4 കപ്പ് ഓയിൽ. 3/4 കപ്പ് ഓയിൽ എന്തായാലും മസ്റ്റായിട്ട് വേണം, നമുക്ക് ലാസ്റ്റ് ദമ്മിടുമ്പോൾ അത് ആവശ്യം വരും. കുറച്ച് വലിയ ഉള്ളി ഓപ്ഷണലാണ്, കുറച്ച് വലിയ ഉള്ളി ഇതിലോട്ട് ഇട്ടെടുത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റണ വരെ വേവിക്കുക. ആ ബീഫിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണവരെ നന്നായി വേവിക്കുക. ഒപ്പം തന്നെ നമുക്ക് അരി ഒന്ന് 10 മിനിറ്റ് കുതിർത്താനിട്ടിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെന്ത് വരുന്ന ഈ ഓയിൽ കുറച്ച് മാറ്റി വെക്കണം. ദമ്മിടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മേലെ ഒഴിക്കാനാണത്. അരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെന്ത അരിന് നമുക്ക് ഈ ബീഫിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ അരിന് നല്ല വാര വെച്ച ശേഷം ഓരോ ലെയറായി ഇടുന്നുണ്ട്. ഓരോ ലെയർ കഴിയുമ്പോഴും നമുക്ക് ആ ഓയിൽ മാറ്റി വെച്ചിട്ടില്ലേ, വെന്ത ബീഫിൽ നിന്ന് വന്ന ആ ഓയിൽ നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഓയിലും അരിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു മന്തിൻ്റെ സൂപ്പർ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളിയായിട്ട് മന്തി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ സ്കിപ്പ് ചെയ്യരുത്, ആ ഓയിൽ എന്തായാലും നമ്മളിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ഞാൻ കളർ പൊടിയൊന്നും ആഡ് ചെയ്യണില്ല. നമ്മൾ വീട്ടിൽ വെക്കണതുകൊണ്ട് കുട്ടികളൊക്കെ തിന്നതുകൊണ്ട് ഞാൻ അധികം കളർ പൊടിയൊന്നും ആഡ് ചെയ്യണില്ല. പിന്നെ സ്മോക്ക് ചെയ്തിട്ടുമില്ല കേട്ടോ, അത് ഞാനിതിൽ ചെയ്തിട്ടില്ല. അത് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ അതൊന്ന് ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മന്തി ഇതിപ്പോൾ റെഡി ആവും കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അരി എടുക്കുമ്പോൾ നമുക്ക് സ്റ്റെല്ല ബസ്മതി റൈസ് ഗോൾഡൻ കളറിലുള്ളത് എടുക്കണതാണ് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ 2 റൈസും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, വൈറ്റും ഗോൾഡൻ കളറും കൂടി. അപ്പോൾ നമുക്ക് ആ മന്തിൻ്റെ ടെക്സ്ചർ ഒന്ന് കറക്റ്റായി കിട്ടും.
അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നെല്ലാം കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. സൂപ്പറായിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേപോലെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മയോണൈസും പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ് അതുമാതിരി കുക്കുംബർ നന്നായി കട്ട് ചെയ്തെടുത്തതും കൂടി കൂട്ടി കഴിച്ചാൽ സൂപ്പറായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.